പ്രമുഖ ട്രാൻസ്ജെൻഡറായ ദീപ്തി കല്യാണി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് സുഹൃത്തുക്കളെ. ദീപ്തി കല്യാണി ഈ അടുത്ത് നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ വീണ്ടും വിവാദമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിലും ഇടയ്ക്ക് നേരെ കയറുന്നത് ദീപ്തിയുടെ സ്ഥിരം പരിപാടിയാണല്ലോ. മുമ്പ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ദീപ്തി ചില വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വസ്ത്രം മാറുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകളാണ് ദീപ്തിക്ക് പണിയായി മാറിയത്. നമുക്ക് എന്തായാലും ദീപ്തി കല്യാണിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. രണ്ടുപേർക്ക് മാറാനുള്ള സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ആംഗളയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇപ്പൊ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. ആങ്ങളും പെങ്ങന്മാരും കെടുക്കുന്നില്ല, അച്ഛനും മോളും കെടുക്കുന്നില്ല. അവിടെ തെറ്റായ ചിന്തകൾ അവർ രണ്ടു പേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവില്ല. കാരണം അച്ഛനായിട്ടും ആങ്ങളെയായിട്ടും ഫ്രണ്ടായിട്ടും ബോയ് ഫ്രണ്ടായിട്ടും എനിക്ക് കാണാൻ എനിക്കത് അറിയാൻ പറ്റും. ദീപ്തി പുരുഷന്റെ കൂടെ ഇതുപോലെ ഡ്രസ്സ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ അതെനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ. കാരണം ഗോവയിൽ ഞാൻ പോയത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് ബോയ്സും വേറെ 2 ഗേൾസും ഞാൻ ഇവിടെ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത് 2 റൂമായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു ടോട്ടല്. 2 റൂം എടുത്തു, ഷെയർ ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചാണ് കിടന്നത്, ഒരുമിച്ചാണ് ഡ്രസ്സ് മാറുന്നത്. ഒക്കെ പക്ഷെ എനിക്കത് വിശ്വാസമുള്ള ഇപ്പോഴും ആ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങളായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറും. പക്ഷെ അവിടെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്ക് അറിയാൻ പറ്റും. എനിക്ക് തെറ്റായിട്ടാണ്, നിന്റെ നോട്ടം ശരിയല്ല എന്ന് എനിക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് വരും. അത്രേ ഉള്ളൂ. അത് ആരെന്നെ ആയാലും ഞാൻ അടിക്കും. ഓക്കെ, അപ്പൊ അച്ഛന്റെ മുന്നിലായാലും കുഴപ്പമില്ല, ആങ്ങളുടെ മുന്നിലായാലും കുഴപ്പമില്ല, അവരുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാൻ തനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഇവിടെ ദീപ്തി കല്യാണി പറഞ്ഞു വെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അച്ഛന്റെയും ആങ്ങളുടെയും കൂടെ ഒരു ബെഡിൽ കിടന്നെന്ന് വെച്ചും ഒരു കുഴപ്പമില്ല. നമ്മുടെ മനസ്സ് നന്നായാൽ മതി, ഇന്റൻഷൻ നന്നായാൽ മതി എന്നൊക്കെ ദീപ്തി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ അച്ഛന്റെയും ആങ്ങളുടെയും കൂടെ കിടക്കുന്നത് ഓക്കെ, അതൊക്കെ പലരും ചെയ്യുന്നുണ്ടാകും. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള അച്ഛനോ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ ബെഡിലും സോഫയിലും ഒക്കെ ചില പെൺകുട്ടികൾ കിടക്കാറുണ്ട്. അതുപോലെ തന്നെ പരസ്പരം തല്ല് കൂടാറുണ്ട്. ഇതൊക്കെ അച്ഛൻ മക്കൾ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി ബന്ധങ്ങളുടെ ആയം അനുസരിച്ചിരിക്കും. പക്ഷെ ഡ്രസ്സ് മാറുന്ന വിഷയം അതിപ്പോ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ഒരു പെൺകുട്ടിക്കും അവരുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോ എത്ര അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പുരുഷൻ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സ് മാറുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതല്ല, ഉറപ്പാണ്. ആരും അതിന് തയ്യാറാവില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികളും പ്രൈവസി ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് മുന്നിൽ വെച്ചും ആങ്ങളുടെ മുന്നിൽ വെച്ചും ഒക്കെ ഡ്രസ്സ് മാറുന്നതിന് എന്താണ് കുഴപ്പം? മനസ്സ് നന്നായി പോരെ എന്നൊക്കെ പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്നതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റൂല. ദീപ്തി ചിലപ്പോൾ എങ്ങനെ ഡ്രസ്സ് മാറുന്നതിനോട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് കാലം ആണായി ജീവിച്ച വ്യക്തിയാണ് ദീപ്തി. സോ മറ്റൊരു പുരുഷന് മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാൻ ദീപ്തിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒറിജിനൽ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ അടിച്ചിട്ടൊരു റൂം നിർബന്ധമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവരൊന്നും ഒരിക്കലും ഒരു പുരുഷന് മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുക കൂടി ചെയ്യില്ല എന്നുള്ളതാണ്. അതിപ്പോ അച്ഛനായാലും ശരി, ആങ്ങളാണെങ്കിലും ശരി. ഇനിയിപ്പോ സ്ത്രീകൾ പോട്ടെ, പുരുഷന്മാര് പോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം എടുക്കാം. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇതേപോലെ കണ്ട ആൾക്കാരുടെ മുന്നിൽ വെച്ചൊക്കെ ഡ്രസ്സ് മാറാൻ തയ്യാറാവുമെന്ന് ദീപ്തിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ദീപ്തിയുടെ കാര്യം മാത്രമാണ് ദീപ്തി പറഞ്ഞതെങ്കിൽ ഓക്കെ. പക്ഷെ ദീപ്തിയുടെ സംസാരത്തിന്റെ ടോൺ ശ്രദ്ധിച്ചാൽ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. എന്താ അങ്ങനെ ഡ്രസ്സ് മാറിയ പ്രശ്നം? മനസ്സ് നന്നായ പോലെ എന്നൊക്കെ ദീപ്തി പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്ന് ദീപ്തി പറയുന്നത് പോലെയാണ് കേൾക്കുന്നവർക്ക് തോന്നുക. അല്ലെങ്കിൽ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോട് അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. ദീപ്തി ആയിട്ട് അത് വീണ്ടും കൂട്ടാൻ നിൽക്കുന്ന എന്തിനാണ്? എല്ലാവരും നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജേണി കുറച്ച് വീടാണ്. ആദ്യം എല്ലാവരും അവരെ വെറുത്ത് അകറ്റി നിർത്താൻ തുടങ്ങി. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവരെ അംഗീകരിച്ചു തുടങ്ങി, ചേർത്ത് നിർത്താൻ തുടങ്ങി. എന്നാൽ അതിനിടയിൽ ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽപ്പെട്ട കുറച്ച് വെകളി പിടിച്ച ടീംസ് ഇറങ്ങി ഓരോന്ന് വിളിച്ചു പറയാനും കാണിച്ചു കൂട്ടാനും തുടങ്ങി. അതോടെ ആളുകൾ ഇവർ വീണ്ടും വെറുക്കാൻ തുടങ്ങി. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പണ്ട് സെക്സ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് വിവിധ മേഖലകളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് അവസരം കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ ജോലികൾ തൊട്ട് സിനിമ മോഡലിംഗ് വരെയുള്ള വലിയ വലിയ പരിപാടികളുടെ വരെ ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സിന് സാന്നിധ്യം അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും ചരിത്രത്തിലെ ഏറ്റവും നല്ല അവസ്ഥയിലൂടെയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കടന്നു പോകുന്നത്. അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആണ് എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും ഓരോരോ അപരാധങ്ങൾ കാണിച്ചു കൂട്ടി നിങ്ങൾ തന്നെ കളയരുത് എന്നുള്ളതാണ് എനിക്ക് ദീപ്തി കല്യാണിയെ പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോട് പറയാനുള്ളത്. എന്തായാലും എവിടെ വെച്ചാലും ആരുടെ മുന്നിൽ വെച്ചാലും എനിക്ക് ഡ്രസ്സ് മാറുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് ദീപ്തി കല്യാണി ഇപ്പൊ പറഞ്ഞു വെച്ചല്ലോ. ഇനി ഇതേ ദീപ്തി തന്നെ വേറൊരു വീഡിയോയിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കടയിൽ കാണുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിക്കണം ഇതുപോലത്തെ ഒരെണ്ണം. പല സ്ഥലങ്ങളിൽ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇത് അത്ര അത്യാവശ്യമാണ്. കാരണം എനിക്കിങ്ങനെ ഷൂട്ടിന് മാത്രമല്ല കേട്ടോ, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഡ്രസ്സ് പിടിക്കാറുണ്ട്. അത് ട്രിപ്പായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 1-2 ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ എനിക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സ് ഗ്ലാസ്സിലിട്ടിട്ട് ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിലിരുന്ന് സാരി വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാറിലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നടു റോട്ടിലിട്ടിട്ട് വേണമെങ്കിൽ ഡ്രസ്സ് മാറാം, പക്ഷെ ആൾക്കറിയില്ല.
ഇപ്പൊ അങ്ങനെ ആയോ? ആരുടെ മുന്നിൽ വെച്ചും ഓപ്പൺ ആയിട്ടും എനിക്ക് ഡ്രസ്സ് മാറാം, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ലാന്ന് നേരത്തെ ദീപ്തി പറഞ്ഞു വെച്ചത്. ഇപ്പൊ എന്താണ് മാറ്റി പറയുന്നത്? ഇപ്പൊ എന്ത് പറ്റി ദീപ്തി ചേച്ചി? ഞമ്മക്ക് ഡ്രസ്സ് മാറാൻ കൂടാരത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? മനസ്സ് നന്നായ പോരെ? അല്ല, അങ്ങനെയല്ല ദീപ്തി ചേച്ചി നേരത്തെ പറഞ്ഞു വെച്ചത്. എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് കാറിൽ ഇരുന്ന് ഡ്രസ്സ് മാറിയതിന്റെ കഥ പറയുന്നു, ഡ്രസ്സ് മാറാൻ വേണ്ടി ഒരു പോർട്ടബിൾ ടെന്റ് വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു. എന്ത് പറ്റിയല്ലേ ദീപ്തി? നമുക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എല്ലാരും ആങ്ങളമാരും അച്ഛന്മാരൊക്കെ തന്നെയല്ലേ ദീപ്തി, പിന്നെന്താ പ്രശ്നം? പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ടൊക്കെ കാറിൽ ഇരുന്ന് ഡ്രസ്സ് മാറുന്നത്? അങ്ങോട്ട് നടുറോട്ടിൽ ഇറങ്ങി നിന്ന് ഡ്രസ്സ് മാറി കാണിച്ചു കൊടുക്ക്. ദീപ്തി ആരാണെന്ന് എല്ലാവരും ശരിക്കും കാണട്ടെ. അല്ല പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയാ? പറയുമ്പോ വലിയ ഡയലോഗ് അടിക്കും, എന്നാൽ കാര്യത്തിനോട് അടുക്കുമ്പോഴോ ഇതാണ് അവസ്ഥ. ഒരാവശ്യവും ഇല്ല, ഡ്രസ്സ് മാറുന്ന കാര്യമില്ലേ, അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. തനിക്ക് ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ മിണ്ടാത്ത പോയി ഡ്രസ്സ് മാറി വന്നാൽ പോരെ, എന്തിനാണ് ആവശ്യമില്ലാത്ത ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നത്? പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ദീപ്തിയുടെ ജീവിതം അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആർക്കാലും ഇവരോട് സഹതാപം തോന്നി പോകും കേട്ടോ. മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ദീപ്തി ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത്. ഒരു സാധാരണ കുടുംബത്തിലാണ് ദീപ്തി ജനിച്ചത്. കൂലിപ്പണിക്കാനായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും 6ാമത്തെ മകനാണ് ഈ പറയുന്ന ദീപ്തി. ചെറുപ്പം തൊട്ടേ ദീപ്തിയുടെ സ്വഭാവത്തിൽ സ്ത്രണയതയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വലുതാകും തോറും അത് കൂടാൻ തുടങ്ങി. അതോടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ദീപ്തിയിലെയും മാറ്റം നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ദീപ്തിയുടെ ചേട്ടൻ നിരന്തരം അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. നിന്റെ അനിയൻ എന്താണ് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടന്റെ കൂട്ടുകാർ എപ്പോഴും ചേട്ടനെ കളിയാക്കും. അത് കണ്ട് ദേഷ്യം വന്ന് ചേട്ടൻ എന്താക്കും, കള്ളു കുടിച്ച് വന്ന് ദീപ്തിനെ നന്നായി അടിക്കും. ഇതിങ്ങനെ കുറെ ആയ സമയത്ത് എല്ലാവരും കൂടെ എന്താക്കി, ഒടുവിൽ ദീപ്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്നും പുറത്തായതിനു ശേഷം ദീപ്തി എത്തുന്നത് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ്. പിന്നീട് കുറച്ചു കാലം ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലായിരുന്നു ദീപ്തിയുടെ ജീവിതം. അതിനിടയിൽ ട്രെയിനിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ ദീപ്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യവശാൽ ഒരാൾ കാണുകയും ദീപ്തിയെ രക്ഷിക്കുകയും ചെയ്തു. ആ സംഭവത്തെ കുറിച്ച് ദീപ്തി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. ചേട്ടൻ നാണക്കേടായി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. സോ അങ്ങനെ ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് പറയുമ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം ഒന്നും അറിയില്ല. കാരണം സ്കൂള് വീട് എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികൾ പിള്ളേരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും. ഇവിടെ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അന്ന് ജോലികൾ ചെയ്ത് ഒരു സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും ഞാൻ തീർത്ത് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് അച്ഛനും അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളം വരെ ചൂടാക്കിയിട്ട് ഞാൻ കാത്തിരിക്കും. പുറത്തേക്ക് പോവില്ല. എനിക്കറിയില്ല. ഗുരുവായൂർ ചെന്നു. അവിടെ നിന്ന് പിന്നെയാണ് ഞാൻ പഠിച്ചത് എന്താണ് എന്നുള്ളത്, മനുഷ്യരെന്താണെന്നുള്ളത്. ഗുരുവായൂർ ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ പോയി. പക്ഷെ അതും പരിചയമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അപ്പൊ വീട്ടുകാരെങ്കിലും വന്ന് അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാനൊരു ശ്രമം. വീട്ടുകാർ വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3-3.5 മാസത്തോളം ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിരിച്ചാണ് കിടന്നത്. കാരണം എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ആൺകുട്ടിയുടെ ഒരു പാൻറ്റും ഷർട്ടും മാത്രം. കാലിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണി സമയത്തായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. രാത്രി നേരെ വന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, കിടന്നു, ഇരുന്നു. കുറെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മരിക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽ പാളത്തിൽ കൂടെ നടന്നപ്പോൾ കുറേ നടന്നപ്പോൾ ഒരു അപ്പൂപ്പനാണ് എന്നെ രക്ഷിച്ചത്. അത് എന്നെ പിടിച്ച് വലിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് അത്രയും എന്നെ പുന്നാരിച്ച് വളർത്തിയിട്ട് എന്നെ പുറത്താക്കുക, തടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുന്ന അതേ സെയിം ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൂപ്പൻ പിടിച്ച് വലിച്ച് എന്നെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിങ്ങിനാണ് ട്രെയിൻ വരിക എന്നുള്ളത്. കാരണം 8:30 വന്നാൽ പിന്നെ വരും 1:30. അങ്ങനെ സമയം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗുരുവായൂർ തന്നെ വളർന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡേഴ്സിനും ചെറുപ്പകാലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ചെറുപ്പത്തിൽ നിന്നും വീട്ടിൽ ഒരുപാട് ബുള്ളിങ് നേരിടേണ്ടി വരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം തെരുവിൽ ജീവിക്കേണ്ടി വരുന്നു. പിന്നീട് ജീവിക്കാൻ വേണ്ടി സെക്സ് വർക്ക് എടുക്കേണ്ടി വരുന്നു. ദീപ്തിയുടെ ജീവിതത്തിലും അവർക്ക് സെക്സ് വർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദീപ്തി അതിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി എനിക്ക് അവിടെ നിന്ന്. അന്ന് എങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം കുറെ കാര്യങ്ങൾ അതൊക്കെ? അല്ല, ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കിട്ടി. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ സ്ത്രേണതയുള്ള ഗുരുവായൂർ ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്നെ പോലെ പുറത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ളിലായിരുന്നു സ്ത്രീത്വം എന്തുണ്ടായിരുന്നു. എനിക്കത് ഉള്ളിലത്തെ പുറത്ത് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ എനിക്ക് ഫൈസൽ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോൾ പുള്ളിക്കാരി എറണാകുളത്താണ്, ഫൈസൽ, അങ്ങനെ ഒരുപാട് പേര് പറയുന്നില്ല. കാരണം അവരിപ്പോഴും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്, ജെൻഡറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് സംസാരിക്കാൻ ഞാൻ എന്നും കരച്ചിലായിരുന്നു. എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും കൊണ്ടുപോകാനും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും വീടുകളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് അടിച്ചു പൊളിച്ചിട്ട് ഈവനിങ് ആയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ തനിച്ചാവും. ഞാൻ കിടന്നിരുന്ന ബസ് സ്റ്റാൻഡുകളിലാണ്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് വസ്ത്രം വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് അവിടെ ഹോൾട്ട് ആവുന്ന ബസ്സുകളുണ്ടല്ലോ, സ്റ്റാൻഡിൽ ഹോൾട്ട് ആവുന്ന ആ ബസ്സുകളിൽ ഓരോ ബസ്സുകളും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടും. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു 3 ബസ്സൊക്കെ വാഷ് ചെയ്യും. അപ്പോൾ അതിന് 90 രൂപ കിട്ടും. അപ്പോൾ അതിന് ഓരോ സാധനങ്ങൾ നമ്മൾ സ്വരം കൂട്ടി വെക്കും. അങ്ങനെ പിന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടുള്ള
സോ എന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഗുരുവായൂർ തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് പൈസ എറിയുവാണ്. അന്നത്തെ കാലത്ത് 50, 100 എറിയുമ്പോൾ നമുക്കത് പൈസ കാണും. നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ വേണ്ടത്, ഇടാൻ വസ്ത്രം, എനിക്ക് ഭക്ഷണമാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അതും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ജീവിച്ചു. ഓക്കെ, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ജീവിതം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ദീപ്തി കല്യാണിനെ സംബന്ധിച്ചിടത്തോളം ആളിന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് മറ്റേതൊരു ട്രാൻസ്ജെൻഡേഴ്സിനും പോലെ തന്നെയാണ്. ഒരു സമയത്ത് സെക്സ് വർക്ക് അല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡേഴ്സും ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെട്ടവരാണ്. പകൽ വെളിച്ചത്തിൽ ഇവരെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്നവർ തന്നെയായിരിക്കും ഇരുട്ടിന്റെ മറയിൽ ഇവരുടെ ശരീരത്തിന് വിലയിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. എന്തായാലും ദീപ്തി ഗുരുവായൂരിൽ നിന്നും പിന്നീട് എത്തിപ്പെടുന്നത് ബാംഗ്ലൂരിലേക്കാണ്. അവിടെ വെച്ചാണ് സ്ത്രീ ആകാനുള്ള ശസ്ത്രക്രിയയൊക്കെ ദീപ്തി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ദീപ്തി പറയുന്നുണ്ട്, നമ്മൾ തരാന്ന് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവങ്ങളാണ്. ഞങ്ങൾ അവിടെ ചെന്നു, കാത് കുത്തി, മൂക്ക് കുത്തി. ഞാൻ ഇവിടുന്ന് പോയത് ഗുരുവായൂരിൽ തന്നെയാണ്. ഞാൻ കാതും കുത്തി, മൂക്കും കുത്തിയിട്ട് ലേഡീസ് ഡ്രസ്സിലാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അത് ചുരിദാറിട്ട് ട്രെയിൻ കയറി ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേരെ തിരിച്ചു വന്നു വീട്ടിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് 6 മാസം 1 വർഷം വന്നിട്ട്. പക്ഷെ എനിക്ക് വരാൻ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അവിടെ വരാനുള്ള ഒരു എവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം എനിക്ക് ഒരു ഉള്ളിൽ വാശി ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നേടണം, എൻ്റെ ലക്ഷ്യം എന്താണോ അത് എനിക്ക് എത്തണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി ഇത് മൈൻഡിൽ വന്നത്. സുന്ദരികളായ കുട്ടികളുണ്ടായിരുന്നു അവിടെ, ട്രാൻസ് വുമൻസുകൾ തന്നെ, സർജറി കഴിഞ്ഞിട്ടുള്ള സിനിമാ നടികന്മാരിനൊക്കെ അന്നത്തെ കാലത്ത് സിനിമാ നടിമാരൊക്കെ വെല്ലുന്നത് പോലെ തന്നെ അത്രയും സൗന്ദര്യമുള്ള. അപ്പോൾ എനിക്ക് അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ അപ്പം അതിന് പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ 2 ഓപ്ഷനാണ്. നമ്മൾ പഠിപ്പുണ്ട്, എഡ്യൂക്കേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ അവിടെ ജോലി കിട്ടില്ല. 2 ഓപ്ഷനുള്ളൂ. ഒന്ന് ബെഗിങ് ചെയ്യണം, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യണം. ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അത് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യാം. അതായത് ഇപ്പം ഞാൻ സെക്സ് വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തെന്നല്ല പറയുന്നത്, ആൻഡ് ബെഗിങ്ങും ഇഷ്ടപ്പെട്ടെന്നല്ല പറയുന്നത്. എനിക്ക് എവിടെ ഞാൻ ജോലിക്ക് പോയിടത്തൊക്കെ എനിക്ക് അവിടെയും ഒരുപാട് കളിയാക്കലും പരിഹാസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ബെഗിങ് ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങി. ട്രാഫിക്കുകളിലും കടകളിലൊക്കെ ബെഗിങ് ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ അവിടെ ചെന്ന് ഇവിടുത്തെ കളിയാക്കലും പരിഹാസവും എല്ലാം കേട്ട് എന്താ പറയുക, ചെവിയുടെ പാടെ കടഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കൈയടിച്ച് ഒരു ട്രാഫിക്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ അതിൽ മലയാളികളുണ്ടാവും. നമ്മൾ വണ്ടി കണ്ടാൽ തന്നെ ഞാൻ മാറി നിൽക്കും. കാരണം അവർ ചോദിക്കുന്ന വീട്ടുകൾക്കൊന്നും വേറെ പണിയില്ലേ, കയ്യും കാലും ഒരു കുഴപ്പമില്ല, വൃത്തികെട്ട പേരുകളെ വിളിക്കുക, അവർക്കറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ബെഗിങ് ചെയ്തിട്ടുണ്ട്. കണ്ണീര് കയ്യിൽ വീണിട്ട് കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ 50 പൈസ 1 രൂപയ്ക്ക് തരിക. അങ്ങനെ അത് സ്വരം കൂട്ടി വെച്ച് ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ ഹമാമുണ്ട് സെക്സ് വർക്ക് ചെയ്യുന്ന, അവിടെ പോയി സെക്സ് വർക്കും ചെയ്ത് 2ഉം ചെയ്ത് ഞാൻ പൈസ സ്വരം കൂട്ടി വെച്ച് എൻ്റെ ഗുരുവിന് കൊടുത്തു. ആൻഡ് ഗുരു അതിനെ സർജറി ചെയ്തു. സംഭവമൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടും മറ്റു ജോലികളൊന്നും കിട്ടാത്തത് കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ യാചിക്കാൻ ഇറങ്ങുന്നത്. പക്ഷെ ഇന്ന് കരുതി ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡേഴ്സും ഭിക്ഷ യാചിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, പിടിച്ചുപറി നടത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിനിലും ബസ്സുകളിലും ഒക്കെ കയറി വന്നിട്ട് ഇവരൊക്കെ പൈസ ബലമായി പിടിച്ചു വാങ്ങുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ തെറി പറയുക, പ്രാക്കുക, പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുക്കുക, അല്ലെങ്കിൽ ശരീരത്തിൽ മോശമായി സ്പർശിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭിക്ഷ യാചിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ ആൾക്കാർ ആട്ടി ഓടിക്കുന്നത്. കാരണം അത്രയും മോശം ഇമേജാണ് നിങ്ങൾക്കുള്ളത്. ദീപ്തി ഒരു പക്ഷേ മാന്യമായിട്ടായിരിക്കും ഭിക്ഷ യാചിച്ചിട്ടുള്ളത്. പക്ഷെ ഭൂരിഭാഗം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്ന പരിപാടി പിടിച്ചു പറയാണ്. അതുകൊണ്ടാണ് ദീപ്തി ഭിക്ഷ യാചിച്ച് പോയപ്പോഴും ആളുകളെ ആട്ടി ഓടിക്കാനുള്ള കാരണം. അതിന് ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഇനി വരാൻ പോകുന്നത് ദീപ്തിയുടെ മാസ കഥയാണ് സുഹൃത്തുക്കൾ. ഒരുപാട് പൈസ ഒക്കെ ഉണ്ടായിട്ട് ദീപ്തി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു മാസ കഥ പറയുന്നുണ്ട് ദീപ്തി ചേച്ചി. നമ്മൾ അങ്ങ് കേട്ടോക്കാം. പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി 11 വർഷത്തിന് ശേഷമാണ് ഏട്ടനാണ് എന്നെ വിളിച്ചത്. ഈ അടിച്ചിറക്കിയ ഏട്ടൻ തന്നെ എന്നെ വിളിച്ചത് കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടൻ അന്ന് വേണ്ടത് എന്നോട് ചോദിച്ചത്, ഒരു അനിയനാണല്ലോ, എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്ന, നീ എവിടെയാണോ, നിനക്ക് സുഖമാണോ എന്നല്ല എന്നോട് ചോദിച്ചത്. ചേട്ടൻ്റെ കസിൻ ഭാര്യ വീട്ടിലൊരു മാരേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കൂ, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചത്, ഏട്ടന് പൈസ കൊടുത്താൽ എനിക്ക് വീട്ടിൽ കയറാം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് കാണാം, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ തരാം, ഏട്ടൻ എത്ര വേണ്ടെന്ന് ചോദിച്ചു. അന്ന് ഏട്ടൻ പറഞ്ഞ പൈസനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തു. പലിശയ്ക്ക് ക്യാഷ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വരുവാണ്. ഇപ്പം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പോലെ, ഇപ്പം ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന പോലെ വന്നെങ്കിൽ ഞാൻ പക്ഷേ ഇപ്പം ഒന്ന് ഞാൻ ഗൾഫിൽ നിന്നാണ് വരുന്നത്. കാരണം ഒരുപാട് സാധനങ്ങളും, അമ്മയ്ക്ക് കമ്മല്, അമ്മയ്ക്ക് ചെറിയൊരു മാല, അച്ഛന് മോതിരം, പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പിള്ളേർക്കൊക്കെ, ചേച്ചി പിള്ളേർക്കും എല്ലാവർക്കും. അപ്പോൾ കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അമ്മേനെയായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന സമയത്ത് അമ്മയുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടി. ഞാൻ അമ്മേനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ
ഞാൻ വീട്ടിൽ വന്നു. ഗുരുവായൂർ ഏറ്റവും വലിയ ഹോട്ടൽ തന്നെയാണ് ബാസുരി എന്ന് പറയും, അന്ന് ഗുരുവായൂർ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ന്യൂസ് പേപ്പർ വിളിച്ച് കിടന്ന ഞാൻ ബാസുരി ഇന്നിലാണ് താമസിക്കാൻ റൂം എടുത്തത്. ഏട്ടൻ എന്നെ വന്ന് കാണുന്നു. ഏട്ടൻ താഴെ റിസപ്ഷനിൽ വന്ന് എന്നെ വിളിച്ചു. എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹോട്ടലിലുണ്ട്. സോ ഏട്ടൻ റിസപ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സാരി കൊടുത്ത്. ഏട്ടൻ ഷോക്കായി പോയി എന്നെ കണ്ടപ്പോൾ തന്നെ. കാരണം ഞാൻ എവിടെയും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോസോ ഞാൻ സർജറി കഴിഞ്ഞ ഒന്നും ആർക്കും അറിയാം, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. അന്നൊന്നും ഞാൻ ഫേമസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നിലും വന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഫോട്ടോസുകൾ മാത്രമല്ലായിരുന്നു. ഏട്ടൻ കണ്ടു, ഏട്ടന് ഷോക്കായി പോയി. ഏട്ടൻ പറഞ്ഞു എന്തിനാ ഇവിടെ താമസിക്കണേ, നമുക്ക് വീട്ടിൽ പോകാന്നുള്ള രീതിയിൽ ഏട്ടനെ വിളിച്ചു. നേരെ ഞങ്ങൾ ഏട്ടൻ പറഞ്ഞു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞു. ഓട്ടോയാ എന്നുള്ള രീതിയിൽ ഞാൻ ഡയലോഗ് അടിച്ചു, ടാക്സി വിളിച്ചു. നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ആ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വിളിച്ച് കൂട്ടിയിരിക്കുകയാണ്. കാരണം എന്നെ അടിച്ചിറക്കുമ്പോൾ ഏട്ടൻ്റെ സൗണ്ടും ഞങ്ങളുടെ തമ്മിലുള്ള വഴക്കും കേട്ടിട്ട് ജനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പാപ്പനും വെല്ലിച്ചിൻ്റെ അവരൊക്കെ കുറേ മക്കളുണ്ടായിരുന്നു. അവരാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഏട്ടനെ അടിച്ചിറക്കിയ സമയത്ത് അതൊക്കെയെങ്കിലും വിളിക്കായിരുന്നില്ല. അന്നത്തെ രാത്രി അന്ത്യം ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ശരിയാവുന്നില്ല, ആരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ അമ്മ എൻ്റെ പോലെ തന്നെ കുറച്ച് വാശിയുള്ള പോലെ തന്നെ കേട്ടോ. അമ്മ എല്ലാവരും വിളിച്ചു വരുത്തി. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചങ്ങ് എത്തുന്ന സമയമാകുമ്പോഴേക്ക് ഏട്ടൻ പറയാട്ടാ എൻ്റെ അടുത്ത് എന്തെന്ന്, നീ ഇവിടെ ഇറങ്ങി, അല്ല ഞാൻ ഇവിടെ ഇറങ്ങാം, നീ വീട്ടിലേക്ക് കയറിക്കോ, ഞാൻ പുറകു വശത്തോടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏട്ടൻ എൻ്റെ കൂടെ വരണം, എങ്കിലും ഞാൻ വരില്ല, ഞാൻ ഈ കാർ നേരെ ബാംഗ്ലൂർക്ക് വിടുന്നു പറഞ്ഞു. ഇല്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. സോ ഏട്ടൻ ഫ്രണ്ടിൽ, ഞാൻ കാറിൽ ബാക്കിൽ നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു വാശിയായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഡോർ തുറന്നില്ല. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡോർ തുറക്കണ പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ച് ഏട്ടൻ ഇറങ്ങി ഡോർ തുറന്നു തന്നെ. എനിക്ക് ഞാൻ സത്യമായിട്ട് നമ്മുടെ ഈ പടയപ്പ സിനിമ കുറേ സിനിമകളിലൊക്കെ ഹീറോയിൻ വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, അതേ മൈൻഡ്, ആ ഒരു വീറും വാശി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങി, എല്ലാവരും നോക്കിയാൽ അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക. ഉമ്മരം വീടിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടുപടി കയറിനേക്കാൻ മുമ്പ് ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ 12 വർഷം ഞാൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏട്ടന് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ ഒന്നുമല്ല ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയി ജീവിക്കണം, ആണും പെണ്ണും കേട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഏട്ടനെ എടുത്തപ്പോൾ ഏട്ടനെ വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞൂലേ എന്നുള്ളത്. സോ ഇന്ന് ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, ഏട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഏട്ടൻ കരഞ്ഞു, എൻ്റെ കാല് പിടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ കൈ പൊന്തിച്ചു, ആക്കി ഹഗ് ചെയ്തു, എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഏട്ടനാണ് എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത്. അങ്ങനെ ഒരുപാടുണ്ട്, സംസാരിക്കാൻ നിന്ന് ഒത്തിരി ഉണ്ടാവും. അങ്ങനെയാണ് തിരിച്ച് വീട്ടിലോട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത് വീട്ടിലേക്ക്. അതെന്തായാലും മാസമായി. ഇടയ്ക്ക് വിട്ട് അതേ ആളെ കൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ അത് മാസം തന്നെയാണ്. എന്തായാലും ദീപ്തിയെ വീട്ടുകാരും നാട്ടുകാരൊക്കെ അംഗീകരിച്ചല്ലോ, നല്ല കാര്യം. ദീപ്തിക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒറ്റൊരു പ്രശ്നമുള്ളൂ, ആ നാവൊന്ന് അടുക്കി വെക്കണമെന്ന് മാത്രം. വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞു പറയിപ്പിക്കാൻ നിൽക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.